സ്ട്രൈക്ക് നടത്തിയിട്ട് അത് നടത്തിയപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞു ഇത് ചേച്ചിമാർക്കുള്ള പണിയാണ്ടോ എന്ന്. 14 ടെർമിനേറ്റ് ചെയ്തു. എയർപോർട്ടിന്റെ തീരുമാനങ്ങൾ പിന്നെ വിത്തിൻ സെക്കൻഡിനും കൊണ്ടാണല്ലോ. എയർപോർട്ടിലെ സ്റ്റാഫുകൾക്ക് എയർപോർട്ടിംഗ് ബസ് എടുത്ത് സ്ട്രൈക്ക് നടത്താനോ പ്രതിഷേധിക്കാനോ ഒന്നിനും അവകാശമില്ല. അതൊക്കെ എയർപോർട്ടിന്റെ കോമ്പൗണ്ടിന്റെ വെളിയിൽ. ഇവര് സമരം ചെയ്ത് സ്ഥലം എയർപോർട്ടിന്റെ സ്ഥലം, ആ റോഡ് എയർപോർട്ടിന്റെ റോഡാണ്. അതാണ് ഇവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. ഈ 16 ഒരു നമ്പറാണ്. ഈ ചേച്ചിമാർക്കുണ്ടല്ലോ സാറേ 26,000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഒരു ജോലിയില്ല അവർക്ക്. കാരണം ഇതെല്ലാം എയർപോർട്ടിന്റെ കാർഗോ സെക്ഷനിലെ എല്ലാം മറ്റേ മെഷീനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്നതൊക്കെ മെഷീനാ. ഇവര് കൂടെ നിന്നാ മതി. കൂടെ നിന്ന് നോക്കിക്കൊണ്ട് ഇവർക്ക് വർത്തമാനം പറയാല്ലാതെ വേറൊരു മാർഗവും അല്ല, വേറൊരു ജോലിയില്ല അവിടെ. ഈ ക്യാൻറ്റീനിൽ പോയി നിസ്സാര 60 രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുക, 8 രൂപയ്ക്ക് ചായ കുടിക്കുക, 5 രൂപയ്ക്ക് പഴംപൊരി കഴിക്കുക. എല്ലാത്തിനും എയർപോർട്ട് ഇവർക്ക് ഡിസ്കൗണ്ട്. എയർപോർട്ട് അവർക്ക് മാത്രമല്ല നമുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. 3 ദോശയ്ക്ക് 16 രൂപയുള്ളൂ. മൂന്ന് ദോശയും ഒരു ചായയും കൊണ്ട് 24 രൂപയുള്ളൂ. ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവന്മാർ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവര്. കോൺഗ്രസ്സുകാർ പെണ്ണുങ്ങൾ അനങ്ങിയില്ല കേട്ടോ. ഇവര് കോൺഗ്രസ്സുകാർ പെണ്ണുങ്ങളുണ്ടോന്ന് അറിയില്ല എയർപോർട്ടിൽ. ഈ തിന്നിട്ട് കറുത്തമാര് പറയില്ല, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കൊത്തിന്ന്. 26,000 രൂപ ശമ്പളം ഒരു അധ്വാനം ഇല്ലാണ്ട് ഒരു മേടിച്ചുകൊണ്ടിരുന്നതാ. അതുമല്ല ഇവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ പെൻഷൻ അത് ഇത് നല്ലൊരു സംഖ്യയും എയർപോർട്ട് കൊടുക്കും. എന്നിട്ട് എയർപോർട്ടിന് മുമ്പിൽ എയർപോർട്ടിൽ നിന്ന് പോകണം പാസഞ്ചേഴ്സിന്റെ വണ്ടി തടയാന്ന് പറഞ്ഞാൽ സാറൊന്ന് ആലോചിച്ച് നോക്കി. ഇവരെ പറഞ്ഞു വിട്ടതിൽ വല്ല തെറ്റുണ്ടോ? എല്ലാത്തിനെയും എയർപോർട്ടിന്റെ ഒരു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്. അവർ പോയിട്ട് എല്ലാ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പൊ തന്നെ മറ്റേ മീറ്റിംഗ് ഓടി. സെക്കൻഡിൽ ഇപ്പത് എനിക്ക് എയർപോർട്ടിന്റെ ഗ്രൂപ്പിൽ ഒരു വോയിസ് വന്നേക്കുന്നു, അത് ഞാൻ കേട്ടെ. എല്ലാത്തിനെയും പറഞ്ഞു വിട്ടു, വീട്ടിൽ പറഞ്ഞു വിട്ടു, പൊക്കോളാൻ പറഞ്ഞു, നാളെ പോലും വേണ്ടാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് സാറേ ഈ നാട്ടിലെ കാര്യം? നമ്മുടെ നാട് എങ്ങനെ നന്നാവാനാ? ഒരു തൊഴിൽ കൊടുത്ത ഒരു സ്ഥാപനത്തിന്റെ മുമ്പിൽ കൊടിയും പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ എന്ത് കഥയുണ്ട്? കാര്യമൊന്നും ഓൾ ഇന്ത്യ ലെവല് പണിമുടക്കൊക്കെയാണ്. അതൊക്കെ സംഭവിച്ചു. പണിമുടക്കുള്ളവര് വരണ്ടെന്നേ, എയർപോർട്ടിലേക്ക് വരണ്ട. അതുപോലെ ഇന്ന് അറ്റൻഡൻസ് ബുക്കിൽ അവർ ഒപ്പിട്ടു. അതല്ല ഇത്ര സീരിയസ് ആയേ. അറ്റൻഡൻസ് ബുക്കിൽ അവർ ഒപ്പിട്ടതിന് ശേഷമാണ്, അവർ പഞ്ച് ചെയ്തതിന് ശേഷമാണ് അവർ മറ്റേ പുറത്ത് പോയി കൊടിയും പിടിച്ച് നിൽക്കണേ. അപ്പോഴേക്കും കുറച്ച് സഹാക്കന്മാരവിടെ കൊടി കൊണ്ട് കൊടുത്തു, അതും പിടിച്ചുകൊണ്ട് നിൽക്കണേ. എന്താണ് കഥ?